തുടങ്ങുകയാണ് ഹസ്രത്ത് ബിലാൽ. ജാതീയതയുടെയും വംശീയതയുടെയും ജാതിയുടെയും വർണ്ണപറയുടെയും ഒരു മനുഷ്യൻ അകറ്റപ്പെടുമ്പോ യഥാർത്ഥത്തിൽ കേവലം ഒരു ആകസ്മികതയാണോ യാദൃച്ഛികതയാണോ എന്നെനിക്കറിയില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ നാം ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ ദർപ്പണത്തിലൂടെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. ജാതീയമായ ഹരിയാനയിൽ 4 ദളിതുകളെ ജീവനോടെ കത്തിയിരിച്ച് ചാമ്പലാക്കപ്പെട്ട ദിവസമാണ് നാം ബിലാലിന്റെ ദളിതനായ ബിലാലിനെ കുറിച്ച് ഇതൊരു ആകസ്മികതയാണോ എന്ന് എനിക്കറിയില്ല, ഇതൊരു യാദൃച്ഛികതയാണോ എന്ന് പറയാനും കഴിയില്ല, ഇവിടെ വികൃതി എന്ന് നിർവചിക്കാനും കഴിയില്ല. ഇതെല്ലാം ലോകത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്യാൻ നൽകുന്ന അവസരങ്ങളാണ്. വിദഗ്ധനായ ഡോക്ടർ സോമർവൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ആശുപത്രിയിൽ ഹാർട്ട് ഓപ്പൺ സർജറിക്ക് വേണ്ടി വരവേ ആദ്യമായി ഓപ്പറേഷന് വിധേയനാക്കിച്ചുകൊണ്ടയായി അവസാനമാ ഭയാനകതയോടെ ഈ കറികരത്ത് തൊലിയുടെ ഉള്ളിൽ എന്താണെന്നറിയാത്ത വികാസയോടെ ആ കറികരത്ത് തിരുനെൽവേലിയിലെ കടലപ്പാടത്ത് ജോലി ചെയ്യുന്ന തമിഴ്നാട്ടുകാരനെ മലത്തുകടത്തുകൊണ്ട് ഹൃദയം കയറിയപ്പോ അതിന്റെ ഉള്ളിലെ വ്യവസ്ഥകൾ കണ്ടപ്പോ അറിയാതെ ഡോക്ടർ സോമർവെന്ന് പറഞ്ഞു പോയത്രേ. അത്ഭുതത്തോടെ നോക്കുമ്പോ യൂറോപ്പിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ തൊലികളെടുത്ത യൂറോപ്പിന്റെ ഹൃദയം കീറുമ്പോ ശരീരം കീറുമ്പോ ഏത് ഹൃദയമാണോ കണ്ടത് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് ഇടതുഭാഗത്ത് വലത്തോട്ട് ചെറിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു ബദാംപരിപ്പിന്റെ വലിപ്പത്തിൽ ഈ വ്യക്തിയുടെ വലിപ്പമുള്ള ഒരു അവയവുമായി ഹൃദയം കണ്ടപ്പോ അതേ ഹൃദയവും അതേ ആടവും അതേ തൂക്കലും അതേ സ്ഥാനവും അതേ രക്തസംക്രമണം അതേ നാഡീ വ്യവസ്ഥ അതേ നരമ്പ് വ്യവസ്ഥ അതേ ശരീരത്തിന്റെ പ്രത്യേകത കണ്ടപ്പോ അറിയാതെ ഡോക്ടർ സോമർവെന്ന് പറഞ്ഞു നോക്ക് ദൈവമേ എന്റെ സിദ്ധവൈഭവം എത്രയോ വലുതാണ്. കറുത്തവന്റെയും ഇടത്തവന്റെയും പെണ്ണിന്റെയും പാമരന്റെയും തൊഴിലാളിയുടെയും മുതലാളിയുടെയും അറിവുള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഭൗതികവാദിയുടെയും അരാധകവാദിയുടെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും ശരീരത്തിന്റെ ഒരേ ശാരീരികമായ അവസ്ഥകൾ ഒരേപോലെ വെച്ചുകൊടുത്ത ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞവന്റെയും പൊക്കം കൂടിയവന്റെയും കറുത്തവന്റെയും വെളുത്തവന്റെയും ശരീരത്തിന്റെ ബാധ്യത്തിന് ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തുവിന്റെ ഏറ്റക്കുറച്ചിലും ഉണ്ടാകാമെങ്കിലും അവന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ശാരീരികമായ ആന്തരിക വ്യവസ്ഥയെ യാതൊരുവിധ സമാനതകളോടുകൂടി വ്യത്യാസമില്ലാതെ സൃഷ്ടിച്ചു വെച്ച കറുത്തവരായും വെളുത്തവരായും വിവിധ വർഗങ്ങളിലായി വിവിധ ഗോത്രങ്ങളിലായി അല്ലാഹു നിങ്ങളെ വേർതിരിച്ചു നിങ്ങളെ മനുഷ്യത്വത്തിന്റെ ഇടയിൽ വേർതിരിക്കാറല്ല പരസ്പരം തിരിച്ചറിയാതെ പരസ്പരം ഒരു മേൽവിലാസത്തിന് വേണ്ടിയാ അല്ലാഹു നിങ്ങളെ ഗോത്രങ്ങളാക്കി നിറങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം അതേ നിലനിൽക്കുമ്പോൾ അമേരിക്കയുടെ സാമ്രാജ്യത്വം പോലും കറുത്തവന്റെ ശവശരീരത്തിന്റെ മുകളിൽ പണിയപ്പെട്ടതാണെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമേറ്റം ഇഷ്ടപ്പെട്ടവൻ കറുപ്പല്ലേ. നമ്മളെല്ലാവരും 5 നേരം നമസ്കരിക്കുമ്പോ ലോകത്തിലുള്ള കോടാനുകോടി മുസൽമാനെ നെഞ്ചിവിടേക്കാ തിരിഞ്ഞു നിൽക്കുക. ഒരു കറുത്ത തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന സമതപരാഗതിയിലുള്ള ഒരു വലിയ കറുത്തൊരു സൂരത്തിലേക്ക് ആ ദിവസവും 5 നേരം നമ്മുടെ ഹൃദയം തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഹൃദയത്തിന് ഏറ്റവും ബന്ധമുള്ള കറുപ്പല്ലേ. ആ കറുപ്പിന്റെ കില്ലേണിന്റെ കറുപ്പല്ലേ. ത്തിന്റെ കില്ലയുടെ നിറക്കറുപ്പല്ലേ. ലോകത്തിന്റെ കോടാനുകോടി ജനങ്ങളിൽ തൊട്ടുമുട്ടാൻ തങ്ങളുടെ പാവത്തിന്റെ അടയാളമായ ചുണ്ടുകൾ കൊണ്ടുപോയി സ്പർശനം കൊണ്ട് ആഗ്രഹിക്കുന്ന ലബ്ബൈക്കുന്ന തൽബിയത്തിന്റെ മന്ത്രവുമായ തവാബുതയുമ്പോ ആ കറുത്ത തുണി കൊണ്ട് മുടക്കപ്പെട്ട കൈവാരത്തിന്റെ ചുറ്റും തവാബുതയുമ്പോ പല പ്രാവശ്യം ആശയോടെ കണ്ടുകൊണ്ടിരിഞ്ഞു നോക്കുന്ന ഒരൊറ്റ ആഗ്രഹിക്കുന്ന ഹജറുൽ അസ്വദ് ആ കല്ലിന്റെ നിറവും കറുപ്പല്ലേ. അതിന്റെ പേര് കറുപ്പല്ലേ. എത്ര മൂടിയിരിക്കുന്ന കില്ല കറുപ്പ പേര് കറുപ്പ എന്ന് മാത്രമല്ല ലോകത്തുള്ള കോടാനുകോടി സ്ത്രീകളിൽ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച കൈവാലയത്തിന്റെ മത്താഫിലെ 10,000-കണക്കിന് ആളുകള് ഇടതടവില്ലാതെ തവാഫ് ചെയ്യുന്ന കൈവാലയത്തിന്റെ മത്താഫില് കബറടക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ചതാർക്കാ? എന്റെ പ്രിയപ്പെട്ട പെണ്ണര് അത് അമീർ വർഗത്തിൽപ്പെട്ട കരകരത്തിൽ പെൺകുട്ടിയായിരുന്നെങ്കിൽ അത് കറുമ്പിപ്പണ്ണായ കറുപ്പിനും വെളുപ്പിനും കൊണ്ട് നിറഭേദമാവുള്ളൊരു ലോകത്തിലേക്ക് പിന്നിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും മഹാഭാഗ്യം കൈവാലയത്തിന്റെ മത്താഫില് കബറടക്കാൻ ഭാഗ്യം ലഭിച്ചത് ഒരു കരകരത്ത പെണ്ണിന. ആ പെണ്ണാണ് ബഹുമാനപ്പെട്ട ബീബി ഹാജറ റളിയല്ലാഹു അൻഹാ.
കറുപ്പാണ് 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 വരുമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ ഉറപ്പിന്റെ മുകളിലല്ല. പണച്ചറപ്പിന്റെ മുമ്പിൽ തക്വയോടെ ആര് ജീവിക്കുന്നത് അവനാണ് പ്രബലസ്ഥാനമെന്ന് പഠിപ്പിച്ചു വരാൻ. നിറത്തിലല്ല, വെളുപ്പിലല്ല, പതാപത്തിലല്ല, പദവിയിലല്ല, പടച്ചുറപ്പിനോടുള്ള അടുപ്പമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ ജാതീയതയുടെ വർഗീയതയുടെ മതിൽക്കെട്ടുകളെ തകർത്തെറിയാണ് അല്ലാഹു ലോകത്ത് നൽകിയ സംഭാവനയാണ്. അങ്ങനെ ആഫ്രിക്കയുടെ കരകരത്ത് മനുഷ്യനായി മദീനയിലോട്ട് കടന്നു വന്നു. അവസാനമല്ലാണ്ട് റസൂലിന്റെ പ്രേമവാദനമായി ഏറ്റവും വലിയ സ്ഥാനത്തേറ്റ കയറിയ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാലിനെ കേട്ടാൽ സേവിച്ചുകൊണ്ടല്ലാതെ കരന്നുകൊണ്ടല്ലാതെ ഹസ്രത്ത് ബിലാലിനെ പറയാണ് ഇസ്ലാമിന്റെ ചരിത്രം എവിടെയാവുള്ളത്? ആരാ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ചന്തയിൽ നിന്ന് മക്ക രാജ്യത്തിന്റെ അടിമച്ചന്തയിൽ വന്ന് നാക്കുവാണ് തന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ. രണ്ട് നാക്ക് ഒരു കണ്ണുമല്ല. അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് കണ്ടിൽ തന്നി ഒരു നാക്ക് തന്നില്ലെന്ന്. അതിന്റെ അർത്ഥം ഇത്തിരി പറയുക ഒത്തിരി കാണുക എന്നാണ്. രണ്ട് കണ്ണ് ഒത്തിരി കാണുക, ഒറ്റ നാക്ക് ഇത്തിരി പറയാൻ. അതുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ഏറ്റവും വലിയ അറിവ്. കണ്ണുകൊണ്ട് കാണുന്ന അറിവാണ് വലിയ അറിവ്. ഒത്തിരി പറഞ്ഞിട്ട് കാര്യമില്ല, വാചാലമായി പറഞ്ഞിട്ട് എന്താ കാര്യം? പറയുന്നത് ക്യാപ്സൂളായാലും മതി. അള്ളാഹ് അതുകൊണ്ട് നിങ്ങൾ നിരാശരാവേണ്ട വിഷയം മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ പോകൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. നടക്ക ആമീൻ പറയും. മോനെ ഈ ലൈറ്റ് ഒന്ന് സൈഡിൽ നിന്ന് മാറ്റി വെക്കൂട്ടാ. കുഞ്ഞെ ഈ ലൈറ്റ് ഒന്ന് മാറ്റി. എന്താ ചൂട്? അള്ളാഹു വലിയ അനുഗ്രഹം തന്ന മഞ്ചേരിട്ടോ. മതി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിന്റെ പ്രഥമ ഭാഗം വളരെയേറെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. കുറച്ചാണ് പറഞ്ഞതെങ്കിലും ധാർമ്മിക വിപ്ലവത്തിന്റെ ചടുലമുദ്രാവാക്യമായി മലപ്പുറത്തിന്റെ മണ്ണിലൂടെ നടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ട യുവാക്കൾക്ക് വിപ്ലവത്തിന്റെ പടപ്പുറപ്പാട് പാടിക്കാൻ ഏറ്റവും വലിയ റോമോടെ എന്റെ പ്രിയപ്പെട്ട സഹോദര ആഫ്രിക്കയിലെ ഏറ്റവും അമ്പുകളെ ചുമരെത്തിരിക്കാറുണ്ട്. അവസാന നൃത്തം ചെയ്ത് പാട്ടുകാരി ബിലാലിന്റെ സ്വരമല്ലാത്ത മാധുര്യമുള്ള സ്വരമാ. ആ മാധുര്യമുള്ള സ്വരം കണ്ട് പാട്ടുകാരി തളർന്ന് ഞാൻ കിടക്കുമ്പോ പാതിരാത്രിയാകുമ്പോ ഉമയത്തും ഭക്ഷണം കഴിച്ചിട്ട് ലഹരിയിൽ കിടക്കുകയാ. ആ സമയത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാണ്ട് റസൂലിനെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പുറമില്ല പക്ഷെ ഉമയ്യത്തിന് കലവ് കെട്ടടിച്ചു വിട്ടാലല്ലേ എനിക്ക് അവരിൽ നിന്ന് പോകാൻ കഴിയൂ. അതീവായ നബിതങ്ങളെ കാണണമെന്നെനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ജോലി ചെയ്യുന്ന സമയത്ത് ഉറങ്ങിപ്പോയത് കൊണ്ട് ഉമയ്യത്തിന് കലവ് എന്നെ അവിടെ കിടന്നുകൊണ്ട് ചാട്ടവാറ് കൊണ്ടെടുക്കുമ്പോ റസൂലിന്റെ മതത്തിലെനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഉമയ്യ പറഞ്ഞപ്പോ ചുവരത്ത് കിടക്കുന്ന മലരാന്നത്തിൽ മരത്തിൽ കിടത്തിയിട്ട് കാലിലേക്ക് ചങ്ങല കെട്ടുകൊണ്ട് ബന്ധിച്ചു. ഓടുന്ന കുതിരയുടെ കാലിലേക്ക് എന്റെ കാലിനെ കെട്ടുബന്ധിച്ചു. കുതിരയെ ചാട്ടവാറ് കൊണ്ടെടുക്കുമ്പോ ആ കുതിര ചാട്ടവാറിയെ മരുഭൂമിയിലൂടെ പായുമ്പോ അതിന്റെ പുറകിൽ കിടക്കുന്ന ഞാൻ കരിങ്കല്ലുകളെ തട്ടിയിട്ടെന്റെ തല പൊട്ടിച്ചവരെ തടം തെളിയാത്തുള്ള ചോരച്ചാലുകളെ അറിയോ ചെറുപ്പക്കാരാ. ഇതൊന്നും ഗുജറാത്തിന്റെ കഥയല്ല, കാശ്മീരിന്റെ കഥയല്ല, ചെച്ചിനിയുടെ കഥയല്ല, സിറിയയുടെ കഥയല്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കഥയാ. ചെച്ചിനിയും ബോസ്നിയയും റോഹിംഗ്യയും പറഞ്ഞ് പലപ്പോട്ട് ദൂരത്തുള്ള കടലുകള് തുർക്കിയുടെ കടപ്പുറത്ത് തിരമാലകളുടെ തലോടലോട്ട് തുർക്കി കടപ്പുറത്ത് മണലാറിന്റെ കമഴ്ന്ന് കിടന്ന് മരിച്ചുപോയ 4 വയസ്സുകാരൻ ഐരാഹുദിയുടെ വിശപ്പിന്റെ കഥ പറയുന്നു. ന്റെ ഏകാധിപത്യത്തിന്റെ ചാട്ടുവാറിന്റെ കീഴിൽ സ്വസ്ഥമായ സമാധാനത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ട് സിറിയയിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തിലേക്ക് കുടിയേറിപ്പാർക്കാണ് മക്കളെയും ഒക്കത്ത് വെച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന സിറിയയിലെ പാവപ്പെട്ട സഹോദരങ്ങൾ ഓട്ടിരിക്കവരെ കടന്നു വന്ന് തിരുനേരത്ത് ഭക്ഷണം കെടുക്കാനില്ലാതെ നടുക്കായലിൽ തിരമാലയുടെ ഇടയിൽ വെള്ളം ഭക്ഷണം കെടുക്കാനില്ലാതെ അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോ സ്വന്തം കൈവിരലുകൾ മുറിച്ചെടുത്തിട്ട് പച്ചയോടെ നിന്നുണ്ട്. ഇതാരുടെ കഥയാ? 2018 യൂറോപ്പിലെ മുസ്ലിമീങ്ങളുടെ കഥയാ, സിറിയൻ മുസ്ലിമീങ്ങളുടെ കഥ. അവരുടെ കഥ കേട്ട് തൽപുടപ്പെട്ട് നിൽക്കുമ്പോ മുസ്തഫ
വരുന്ന പാവപ്പെട്ട അഭയാർത്ഥികളെ കടന്ന് സേവിച്ചിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വേടിക്കെട്ട് കിട്ടുമ്പോ കുഞ്ഞുമോനെ ഇതൊന്നും കഥകളല്ല, ഇതൊന്നും പീഡനങ്ങളല്ല. ഓടുന്ന കുതിരയുടെ കാലിലേക്ക് തന്റെ ശരീരത്തിന്റെ കെട്ടുബന്ധിച്ചിട്ട് കുതിര പായുമ്പോ ആ കുതിരയുടെ ഓട്ടത്തിനിടയിൽ കറുത്തവനായ ബിലാലിന്റെ ശരീരം ഈത്തപ്പന മരത്തിന്റെ തടികളിലും കരിങ്കല്ലുകളും തട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തം കലന്തല്ലാത്തിടുമ്പോ അവസാനം മലത്തിൽ കിടത്തിയിട്ട് കരിങ്കല്ലെടുത്ത് നിന്നിലേക്ക് വെച്ച് ഉമയ്യത്തിന്റെ കിങ്കരന്മാര് ചാട്ടവാറ് കണ്ടാണ് വെച്ചപ്പോ ബിലാല് പറയാ എന്റെ ശരീരത്തിലെ മാംസങ്ങളെ ചിതറിത്തെറിച്ചു, എന്റെ ശരീരത്തിലൂടെ രക്തമൊലിക്കുകയാ, എന്റെ ചെവിപൊട്ടിയിട്ട് പഴുപ്പിൽ കാടുടങ്ങ് വേദന കൊണ്ട് പുഴയുമ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്റെ പടച്ചറ പെരുമനാന്ന് വിളിച്ചു പറയുമ്പോ അപ്പോഴാണ് വഴിയരികിലൂടെ അബൂബക്കർ റളിയല്ലാഹു തആല നടന്നു പോകുന്നത്. വേദന കൊണ്ട് ഞാൻ വിളിച്ചുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ വഴിയരികിലൂടെ നടന്നു പോകുമ്പോ കരകരത്തൊരു കാത്തിരി അടിമയുടെ മലത്തിൽ കിടത്തിയിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ല് വെച്ച് ആ മനുഷ്യനെ ചാട്ടവാറ് കൊണ്ടെടുക്കുമ്പോ കരുണയുടെ ഹൃദയമല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് ചോദിച്ചു, അത്ര ഉമയ്യ, ഈ പാവപ്പെട്ടവനെ അവനെ ഞാൻ മോചിപ്പിക്കാൻ പോവുകയോ? അബൂബക്കർ റളിയല്ലാഹു തആല ഒരു മാസം 40,000 സ്വർണ്ണനാണയ വിറ്റുവരുമാനമുള്ള മക്കയിലെ കോടികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലിനോട് ചോദിച്ചു, അത്ര ഉമയ്യ, എത്ര മൃഗം കറുച്ചുകൊണ്ട് മക്കയൂടെ നടന്നു പോകുന്നു. എന്നെ കേൾക്കാലത്തെന്റെ പ്രിയപ്പെട്ട സമ്പന്നവർഗമേ, എന്റെ പ്രിയപ്പെട്ട സമ്പന്നവർഗമേ, ആ സമയത്താണ് കൈവാലയത്തിന്റെ മത്താഭിരിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കണ്ണനബിയെ ആ മനുഷ്യന്റെ ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആയത്തിറങ്ങുകയാ. ആരാ മനുഷ്യനെന്നറിയോ? അല്ലദീ യുതീ മാലഹു യതസക്കാ, തന്റെ സമ്പത്തിനെ അവിടെ മാരെന്ന് പറഞ്ഞ് 10 ദിർഹമാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ കൊടുത്ത 10 ദിർഹം, ആ 10 ദിർഹം ഖുർആനിന്റെ ഏറ്റവും വലിയ പരാമർശമായി മാറിയത് തന്റെ സമ്പത്തിൽ നിന്ന് 10 ദിർഹം എടുത്തിട്ട് കൊടുത്ത മനുഷ്യനില്ലേ നബിയേ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് വരുന്നത് ചരിത്രം പറയാൻ വന്നതല്ലതാ. താഴത്ത് നിങ്ങളുടെ ഹൃദയമാരെക്കുറിച്ചാ ഒരു കറുത്ത് എല്ലാവരും പറയാ. കൈവാലയത്തിന്റെ പുറകിൽ ഇരുന്നിട്ട് ഞാൻ മെല്ലെ നോക്ക്. ആ കൈവാലയത്തിന്റെ മറ്റാ ചന്ദ്രൻ ഉദിച്ചതുപോലെ ഒരു തേജസാർന്ന വെളുവെളുത്ത രൂപം ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. ഞാൻ ചിന്തിച്ചുപോയി, അല്ലാഹു, ഈ വെളുത്തവന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം എടുക്കപ്പെട്ടത് ഓർമ്മയിൽ വന്നപ്പോ ഈ വെളുത്തവന് കറുത്തവനായ എന്നെ സ്വീകരിക്കുമോ? ഈ വെളുത്തവൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും നൽകുമോ? അദ്ദേഹത്തിന്റെ ചാരത്തമ്മ ഇരിക്കുമോ? ആശങ്കയോടെ എന്നെ കണ്ടു അതൊക്കെ വിളിച്ചു വരൂല. ാവെന്ന് പറയാ. ആ റസൂലിന്റെ ഭൂമുഖത്തിന്റെ പുഞ്ചിരിച്ചില്ലെങ്കിലും പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന മുത്തറസൂലിന്റെ ചന്ദ്രമദനത്തിന്റെ ശോഭ കണ്ടപ്പോ റസൂലിന്റെ സൗന്ദര്യം കണ്ടപ്പോ എനിക്കതിന്റെ തൊട്ടടുത്തിരിക്കാൻ പറ്റുമോ? നാശങ്കയോടെ നിൽക്കുമ്പോ തവാഫ് ചെയ്തുകൊണ്ടിരിക്കവേ അല്ലാന്റെ റസൂലെന്നെ കണ്ടു അതൊക്കെ വിളിച്ചു വരൂല. കൊണ്ട് പറയാ. ആ സമയത്തിന്റെ ശരീരത്തിൽ രക്തം തടന്തല്ലാത്തതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈ പിടിച്ചുകൊണ്ട് കൊണ്ടടാ. എന്റെ ശരീരത്തിൽ രക്തവും മാംസവും രണ്ടായി കിടക്കാ. എന്റെ അടിയേറ്റത്തെ ശരീരം നിന്ന് ചീഞ്ഞിടുന്ന ചീന്തല പോലും വരുന്നുണ്ട്. ഞാൻ വല്ലാത്തൊരു നാണത്തോട് വല്ലാത്തൊരു അപകർഷബോധത്തോടെ ിക്കുന്ന മനുഷ്യത്വത്തിന്റെ പൂർണ്ണരൂപത്തിന്റെ പറഞ്ഞ സൽക്കർമ്മം ഒരു ദളിതനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതാണ്, അല്ലാതെ 1000 വട്ടം നിസ്കരിച്ചതല്ല. അപ്പൊ എന്താ ഇസ്ലാമിന്റെ സംസ്കാരം? നമ്മൾ ഈ ആയത്ത് എപ്പോഴും ഓടും, പക്ഷെ ആയത്തെന്താ നമുക്കിപ്പോഴും അറിഞ്ഞൂടാ. അതാണ് നമ്മുടെ അറിവ്.
വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ഇത്രയും പ്രതിഫലമുള്ള ഒരു സൽക്കർമ്മം എന്ന് പറഞ്ഞത് പാതിരാത്രിയിൽ 1000 വട്ടം നിസ്കരിച്ചതിനെ കുറിച്ചല്ല, പാവപ്പെട്ട ഒരു ദളിതനെ, ഒരു കറുത്തവനെ. അതുകൊണ്ടാണ് ഹരിയാനയിലെ ദളിതന്മാര് പറഞ്ഞത് ഇനി ഞങ്ങൾ ഇസ്ലാമിലേക്ക് പോവുകയാ, അവിടെ രക്ഷയുള്ളൂ. മിനിങ്ങാനത്തെ വാർത്ത.